സ്ലാവ് മാറ്റി 3 സൈഡും എല്ലാം മാറ്റി ഇരിക്കുന്ന നിലയിലായിരുന്നു. മുഖം മാത്രമാണ് വിഷയം, മറ്റേ ശരീരത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. മറ്റു ഭസ്മവും കർപ്പൂരവും പുരണ്ടവരുടവും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ വായ മാത്രമാണ് ഒരു വല്ലാത്ത ഇതിൽ തുറന്നിരിക്കുകയായിരുന്നു. നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. നമസ്കാരം. ദുരൂഹ സമാധിയിലെ ദുരൂഹതകൾ നീക്കുവാനായി ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡപം എന്ന് മകൻ വിശേഷിപ്പിക്കപ്പെടുന്ന ആ കല്ലറ ഇപ്പോൾ പൊളിച്ചുകൊണ്ട് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്ത് എടുത്തിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു പ്രൊസീജിയറാണ് നടന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി RDO ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ, ജില്ലാ അധികാരികൾ എല്ലാവരും തന്നെ ചേർന്നാണ് ഈ ഒരു പ്രൊസീജിയർ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ സാക്ഷ്യം വഹിച്ച, ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഉൾപ്പെടെ സാക്ഷ്യം വഹിച്ച നെയ്യാറ്റിൻകര കൗൺസിലറായ പ്രസന്നകുമാർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. സമാധി പൊളിച്ചപ്പോഴുള്ള സാഹചര്യം എന്തായിരുന്നു? സമാധി പൊളിക്കുന്നതിന് മുമ്പ് RDOയും വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, ജനപ്രതിനിധികൾ. പൊളിച്ചതിന് ശേഷം എങ്ങനെയായിരുന്നു ഈ ഗോപൻ സ്വാമിയുടെ സാഹചര്യം? പിന്നെ സ്ലാവ് മാറ്റി 3 സൈഡും എല്ലാം മാറ്റി ഇരിക്കുന്ന നിലയിലായിരുന്നു. ഈ അഴുകിയ അവസ്ഥ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? മുഖം മാത്രമാണ് വിഷയം, മറ്റേ ശരീരത്തിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇരുന്ന നിലയിൽ തന്നെയായിരുന്നു. ശമ്പളം പൊട്ടി ഇരുന്ന നിലയിൽ തുണി കൊണ്ട് പൊതിഞ്ഞു ഒക്കെ ഇതായിരുന്നു. ഈ ഗോപൻ സ്വാമി മുൻപ് താങ്കൾക്ക് അറിയാം? എനിക്ക് നേരത്തെ അറിയാമെന്നുള്ള ആളാണ്. എത്ര കാലം മുതൽ? എനിക്കൊരു 10-18 വർഷം കൊണ്ടറിയാം. ഇവിടെ അദ്ദേഹം പിന്നെ മാർക്കറ്റിൽ യൂണിയനിൽ വർക്ക് ചെയ്തിരുന്നു, BMS തൊഴിലാളിയായി. അപ്പോഴും ഈ ഒരു കാവി ഷർട്ടും ഒക്കെ ഇട്ട് തന്നെയാണ് നടക്കുന്നത്. രുദ്രാക്ഷം ഉണ്ടായിരുന്നു, ഇപ്പോഴും രുദ്രാക്ഷം ഉണ്ടായിരുന്നു കഴുത്തിൽ. ഈ മുഖസ്ഥിതി എങ്ങനെയായിരുന്നു ഇപ്പോൾ ഈ തുറന്നപ്പോഴുള്ള ഒരു അവസ്ഥ? വേറെ ഇരിക്കുന്നതായിട്ട് മറ്റേ കാണാൻ, മറ്റ് മുറിവുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല. ഒന്നുമില്ല. ജീർണിച്ച ഒരവസ്ഥ ഉണ്ടായിരുന്നു? ജീർണിച്ച അവസ്ഥ അല്ല, ഞാൻ പറഞ്ഞില്ലേ, മുഖം മാത്രം, ഈ വാ മാത്രം ജീർണിച്ച. മറ്റു ഭസ്മവും കർപ്പൂരവും പുരണ്ടവരുടവും ഒന്നും സംഭവിച്ചിട്ടില്ല. കൂടുതലായും ഈ സുഗന്ധദ്രവ്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നു ഈ ഭസ്മം? ഉണ്ടായിരുന്നു. അത് തന്നെയാണ്. മേലത്തെ സ്ലാവ് പൊക്കി എന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം 3 സൈഡ് ഫ്രണ്ടിൽ 2 സ്ലാബായിരുന്നു. അതിനെ ഓരോന്നായിട്ട് ഇളക്കി മാറ്റി. എന്നിട്ട് ഒരു സൈഡ് ആദ്യം വല സൈഡ് പൊളിച്ചു. അതിൽ പുറത്താണ് സിമന്റ് കൊണ്ട് പൂശിയിരുന്നത്. സിമന്റ് കെട്ടായിരുന്നു, ചുടുകലായിരുന്നു. ഭസ്മം കരുത്തുവരെ ഇട്ടതായിരിക്കും, പക്ഷെ അതിന് അല്പം കൂടി താന്ന് സെറ്റായത് കൊണ്ടായിരിക്കും. ഇരിക്കുന്ന നിലയിലായിരുന്നു. മുഖം തിരിച്ചറിയാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു. മുഖം തിരിച്ചറിയാം, പിന്നെ നല്ല രീതിയിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ തുണി കൊണ്ട് ശരീരം മൊത്തം പൊതിച്ചിരിക്കുകയായിരുന്നു. അത് ഈ ഭസ്മത്തിന്റെയും കർപ്പൂരത്തിന്റെയും കൊണ്ട് എന്താണെന്ന് എനിക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. വെള്ളയായിട്ടാണ് കണ്ടത്, തോന്നിയത്. പക്ഷേ അത് ഗോപൻ സ്വാമിയാണ് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. അറിയാം. എനിക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഗോപൻ സ്വാമി എന്ന് തന്നെ അറിയാം. ഇരുന്നതെല്ലാം അതേപോലെ തന്നെയാണ്. പൂജാദ്രവ്യം ഇല്ല, ഈ കർപ്പൂരത്തിന്റെ സ്മെല്ല് അറിയാമായിരുന്നു. കർപ്പൂരം സ്മെല്ലുണ്ടായിരുന്നു. കർപ്പൂരം. എത്ര സമയം എടുത്തു അവിടെ എല്ലാ കാര്യങ്ങളും കൂടി? 7:15 തൊട്ട് 9:30 വരെ, 9:15 വരെ. മൃതദേഹം നമുക്ക് ഫോണെല്ലാം ഇരിക്കുന്ന അവസ്ഥയിലായിരുന്നല്ലേ? ഇരിക്കുന്ന അവസ്ഥയില്ല. അതേ അവസ്ഥയിൽ തന്നെയാണ് കൊണ്ടുപോയത്? അല്ലല്ല, പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടത്തി. ടേബിളിൽ കിടത്തി മൊത്തം, പിന്നെ ജനപ്രതിനിധികളെ കൂടി നിർത്തി ഫോട്ടോ എടുത്തു. പിന്നെ അതിനുശേഷം ഇൻക്വസ്റ്റ് നടത്തി ആണ് കൊണ്ടുപോയി RDOയുടെ സാന്നിധ്യത്തിൽ. ഇല്ലല്ല, പക്ഷെ വായ മാത്രമാണ് ഒരു വല്ലാത്ത ഇതിൽ തുറന്നിരിക്കുകയായിരുന്നു. നാക്ക് കറുത്തിരിക്കും പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ വായ്ക്കകത്ത് ഒരു വല്ലാത്ത നിറം
അത്രേ ഉള്ളൂ. അരക്ക് താഴെ കഴിക്കും. അരക്ക് അരക്ക് താഴെ കഴിക്കും. അങ്ങനെ ഒന്നും ഇല്ല.